മാന്യ സദസ്സിന് എൻ്റെ സ്നേഹവന്ദനം. സദസ്സിലിരിക്കുന്ന പ്രമുഖ കവി സുഹൃത്തുക്കൾക്ക് മുന്നിൽ ഞാൻ രഞ്ജു പി മാത്യുവിൻ്റെ പുസ്തകം വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ എളിയ അറിവിൽ നിന്നുള്ള ഈ കണ്ടെത്തലുകളിൽ വന്നിട്ടുള്ള പിഴവുകൾ സദയം പൊറുക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. എൻ്റെ വായനയിലൂടെ നിങ്ങളുടെ അനുവാദത്തോടെ ഒന്ന് കടന്നു പോകട്ടെ. എഴുത്തുകാരിയും അധ്യാപികയുമായ ശ്രീമതി രഞ്ജു പി മാത്യുവിൻ്റെ മണ്ണ് തുന്നിയ വേരുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള കുറേ കണ്ടെത്തലുകളായിട്ടാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചെറിയ ചെറിയ കുറിപ്പുകൾ പോലെയുള്ള ഈ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കാൻ കെൽപ്പുള്ള കണ്ടെത്തലുകളാണ്. നാം അത് സശ്രദ്ധം വായിക്കുമ്പോൾ ഒത്തിരി അന്തരാർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് ഓരോ രചനയിലും. മണ്ണ് തുന്നിയ വേര് എന്ന പുസ്തകത്തിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധമാണ് ഇവിടെ തുറന്നു കാട്ടാൻ രചയിതാവ് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് ഓരോ രചന വായിച്ചപ്പോഴും ഊഹിക്കാൻ കഴിഞ്ഞത്. നിത്യജീവിതത്തിലെ ഓരോ അനുഭവ കാഴ്ചകളാണ് ഇവിടെ വിവരിക്കുന്നത്. സ്നേഹമാണ് അവിടെയെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന വികാരം. ആദ്യ രചന തന്നെ പുഞ്ചിരിയിട്ടുണരുന്ന പ്രഭാതത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ രചയിതാവ് കാവാലം സാറിൻ്റെ പുലരിപ്പൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ വരികൾ കടമെടുത്താണ് പ്രകൃതിയുടെ ഒരു ദിനം ആരംഭിക്കുന്ന ആ കാഴ്ചയെ വിവരിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ മനസ്സിലും വെളിച്ചം വീശാൻ ഉതകുന്ന തരത്തിലാണ് ഇവിടെ പറയുന്നത്. ആകെ 51 രചനകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അവയിലൂടെയെല്ലാം ചെറുതായൊന്ന് കടന്നു പോകുന്നു. ഇവിടെ ജാലകം മനുഷ്യ മനസ്സാണ്. അത് തുറന്ന് വെളിച്ചമകത്തേക്ക് കടക്കാൻ നാം ഓരോ പുലരിയെയും കാത്തിരിക്കുന്നു. പിന്നീട് വരുന്ന സമയത്തേക്കാൾ എപ്പോഴും പുലരി തന്നെയാണ് ഒരു ദിനത്തിൻ്റെ പൂർണ്ണ സൗന്ദര്യം നമുക്ക് സമ്മാനിക്കുന്നത്. അതൊരു പുനർജനിയാണ്, നിദ്രയിൽ നിന്നുള്ള പുനർജനി. മണ്ണിലെ സർവ്വചരാചരങ്ങളും ആ സംഗീത ശ്രുതിയിൽ അലിഞ്ഞു ചേരുന്നു. സകലരുടെയും ജീവനിൽ പുലരി നവോന്മേഷം നിറയ്ക്കുന്നു. മുനിമാർ യാമങ്ങൾക്ക് മുൻപുണർന്ന് ആ പുലരിയുടെ ആനന്ദാനുഭൂതി ഏറ്റുവാങ്ങുന്നു. ആ യാമത്തിന് പ്രത്യേക ഘടികാരം പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വർണ്ണനാതീതമായ പ്രകൃതിയുടെ ആ നിമിഷത്തെ ജീവദായകമായ നവ്യാനുഭൂതിയായി ദർശിക്കാൻ കഴിയാത്തവർ നിർഭാഗ്യവാനാണ്. സിദ്ധാർത്ഥന് ബോധോദയം ഉണ്ടായതുപോലും ഈ ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മണ്ണിൽ പതിച്ച വേളയിലാണ്. ആ വാസന്ത ദിനോദയത്തിൽ സർവ്വ ജീവജാലങ്ങളും മതിമറന്നു സന്തോഷിച്ചു. പ്രകൃതിയിലെ ജീവാണുക്കൾ അതിൻ്റെ സകല ഊഷരതകളും വെടിഞ്ഞ് സകല ശക്തിയും ആവാഹിക്കുന്ന യാമമാണത്. ആ സമയം നമുക്കും പുതുബോധോദയത്തിനായി ഭൂമിയോടൊത്തുണർന്ന് പുതിയ മനുഷ്യനായി മാറാം. ആത്മാവിനോട് ഒട്ടി നിൽക്കുന്ന ബന്ധങ്ങളാണ് അത്. ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ. അതിനും നിർവചനമില്ല. സ്വന്തം ധർമാചരണത്തിന് മരണം വരിച്ചാൽ പോലും അധികമാവില്ല എന്ന് ഭഗവത്ഗീതയിലെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ധർമ്മം എന്നത് ഒരു ഭാരത സങ്കല്പം മാത്രമല്ല, ആന്തരികമായ സാരാംശവും ജന്മസിദ്ധമായ സ്വത്തുമാണ്. ഓരോന്നിനും അതിൻ്റെതായ ധർമ്മമുണ്ടെന്ന് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നു. കല്ലിനും ജലത്തിനും പ്രകാശത്തിനും അഗ്നിക്കും എന്ന് വേണ്ട എല്ലാറ്റിനുമുണ്ട് അതിൻ്റെതായ ധർമ്മം. ഓരോന്നിൻ്റെയും ധർമ്മം മറ്റൊന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം. വീര്യം കിട്ടാൻ ലഹരി അകത്താക്കി പ്രസംഗിക്കുന്നതും സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് ഉദ്ഘോഷിച്ച് അവളെ അടുക്കളപ്പുറത്ത് തളച്ചിടുന്നതും സ്ത്രീധന വിരോധം നടിച്ച് ആൺമക്കൾക്ക് വിലപേശി സ്ത്രീധനം ഉറപ്പിക്കുന്നതും തുടങ്ങിയവയൊന്നും കർമ്മത്തിൽ അധിഷ്ഠിതമായ ധർമ്മമല്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ. മരണസമയത്തെങ്കിലും നീയായിരിക്കാൻ ശ്രദ്ധിക്കുക. എത്ര കോലാഹലങ്ങൾക്കിടയിൽ ജീവിച്ചാലും അതിൽ നിന്ന് നാം നമ്മെ കേൾക്കണം. ഉള്ളിലെ മരണസമയത്തെങ്കിലും നീയായിരിക്കാൻ ശ്രദ്ധിക്കുക. എത്ര കോലാഹലങ്ങൾക്കിടയിൽ ജീവിച്ചാലും അതിൽ നിന്ന് നാം നമ്മെ കേൾക്കണം. ഉള്ളിലെ അശാന്തി അടങ്ങി മനോഹരമായ ശാന്തത നമുക്ക് ദർശിക്കാനാവും. പറയുന്നതിനും അപ്പുറം കാണാനാവുമ്പോൾ, ആ ഭൗമരാഗങ്ങളെ ആസ്വദിക്കാനാവുമ്പോൾ നമ്മൾ പ്രണയത്തിലാവുന്നു. പ്രണയത്തിനുമേൽ വിഷം പുരണ്ടാൽ അത് കൊലയാളിയുടെ
മുഖാവരണം ചൂടും. അങ്ങനെയും സംഭവിച്ചിട്ടുള്ള നാടാണിത്. ആകാശ വിസ്തൃതിയിൽ മാത്രം വിടരുന്ന ജ്ഞാനപുഷ്പം എന്ന ഭാഗത്ത് പറയുന്നത് ഒരേ പ്രവൃത്തി തന്നെ അധികാരമുള്ളയാൾ പറയുമ്പോൾ അതിന് ഫലപ്രാപ്തി ഉണ്ടായിരിക്കും. അർഹതപ്പെട്ടവർ വേണം ഏത് കാര്യവും ചെയ്യേണ്ടത്. അറിഞ്ഞതും അനുഭവിച്ചതും ഗുരുവാണ് പകർന്നു നൽകേണ്ടത്. ആത്മീയതയിൽ അധികാരിയല്ല ആചാര്യനാണ് പണ്ഡിതൻ. ദൈവനീതിയെക്കുറിച്ച് പറയുന്നത് ആർക്കും നിർവചിക്കാനാവാത്ത ഒന്ന് എന്നാണ്. ഉള്ളിൽ വെച്ച് തന്നെ കുരുന്നിനെ നശിപ്പിക്കാൻ തുനിഞ്ഞ അമ്മയോട് നിയമം നൽകുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ നിനക്ക് തരണമെന്ന ജഡ്ജിയുടെ പ്രസ്താവന സ്വപ്നത്തിലൂടെ അറിഞ്ഞ് അവളിൽ വരുന്ന മാനസാന്തരം ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ചില അവസരങ്ങളിൽ എത്ര ആരോഗ്യവാനും ധൈര്യശാലിയുമായാലും എല്ലാ ധൈര്യവും ചോർന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കാം. എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ ആവില്ലെന്നത് പച്ചയായ സത്യം. രചയിതാവിൻ്റെ കാഴ്ചപ്പാടിൽ ശബ്ദത്തിന് ഒറ്റ അർത്ഥം മാത്രം, മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളും. കാഴ്ച കണ്ണിനും സ്വന്തമാണെങ്കിൽ കാഴ്ചപ്പാട് മനസ്സിൻ്റേതും. തർക്കത്തിലേർപ്പെടുന്നത് മറ്റൊന്നിനെ അറിഞ്ഞാസ്വദിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തലാവും. കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞ് അവസരം നമുക്ക് പല നല്ല കാര്യങ്ങളും ആസ്വദിക്കാം. അഹംബോധം ഉൾക്കൊണ്ട് അഹംഭാവത്തെ വെടിയുക എന്നത് കടലിലെ ഒരു തുള്ളിയുടെ മനോവ്യാപാരവുമായി കൂട്ടിയിണക്കി പറഞ്ഞത് വളരെയധികം ചിന്തയ്ക്ക് വഴി തുറക്കുന്നു. കടലും തുള്ളിയും ഒന്നാണെന്ന തിരിച്ചറിവാണ് അഹംബോധം. ഒറ്റയ്ക്ക് ജീവിക്കുന്നതും ആരുടെയും ഔദാര്യം സ്വീകരിക്കില്ലെന്നതും വ്യർത്ഥ ചിന്തയാണ്. പുൽക്കൊടി മുതൽ ഗജം വരെ ഏതിൻ്റെയെങ്കിലും ഔദാര്യം പറ്റിയിട്ടുള്ളവരായിരിക്കും. ഇതൊരു നല്ല സമസ്യയാണ്. മർക്കട മുഷ്ടിയാണ് ഏറെ പേർക്കും. ഇവിടെ പ്രതിപാദിക്കും പോലെ വാശിക്ക് നാശമാണ് ഫലം. ആവശ്യമില്ലാത്തടത്ത് വാശി കാണിക്കരുത്. അല്പം അയഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ വാശി കൊണ്ട് വല്ലാതെ മുറുകിപ്പോകും. ശുദ്ധവും സത്യസന്ധവുമായ ഒരു അമ്മയുടെ സ്നേഹം മക്കളുടെ കുറവുകളെ അവഗണിച്ച് അവരെ ചേർത്ത് പിടിക്കുന്നു. എന്തൊക്കെ കരുതിക്കൂട്ടി വെച്ചാലും സൗജന്യമായി ലഭിക്കുന്ന ഈ ഉച്ഛ്വാസവായു നിലയ്ക്കുമ്പോൾ മറ്റെല്ലാം നമ്മിൽ നിന്ന് സ്വാഭാവികമായി നഷ്ടമാകുമെന്ന പ്രപഞ്ച സത്യത്തെയാണ് ഇവിടെ ഊന്നിപ്പറയുന്നത്. നമ്മുടെ യാത്രകൾ എത്ര തിരക്കുള്ളതായാലും അത് നീളുക കുഴിമാടം വരെ മാത്രമാണ്. സൗഹൃദത്തെക്കുറിച്ച് എത്ര മനോഹരമായാണ് ഇവിടെ പറയുന്നത്. കല്ലുകടിയാകാതെ സ്നേഹ ബഹുമാനങ്ങളോടെ അകലം പാലിച്ച് നിൽക്കുമ്പോഴാണ് കൂട്ട് എന്ന വാക്ക് മനോഹരമായി തീരുന്നത് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ലോകം തന്നെ നമ്മിലേക്ക് ചുരുക്കി സോഷ്യൽ മീഡിയ നമുക്ക് നഷ്ടപ്പെടുത്തിയ എത്ര നല്ല മുഹൂർത്തങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങൾ, സൗഹൃദം, അയൽപക്ക ബന്ധങ്ങൾ എന്നിവയൊക്കെ. അതെല്ലാം മറ്റ് രാജ്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അജ്ഞരാണ്. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ അവനവനെ തന്നെ ചേർത്ത് പിടിക്കുക എന്നത് എത്ര മഹത്തരമാണ്. നമ്മെപ്പോലെ നമ്മെ സ്നേഹിക്കാൻ മറ്റാർക്കുമാവില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണിവിടെ. ആരുടെയും മനസ്സിൻ്റെ പിടച്ചിൽ മനസ്സിലാക്കാതെ വെറും ഉപദേശത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുന്നത് ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ലക്ഷണമല്ല. അത് വെറും കീഴ്പ്പെടുത്തൽ മാത്രമാണ്. നിന്റെ ഹരിത ഫയലാണ് ഞാൻ വസന്തം എഴുതുന്നത് എന്ന ചിന്ത എത്ര അർത്ഥവത്താണ്. പണം തിന്നാൽ വിശപ്പ് ശമിക്കില്ല, അതിന് പ്രകൃതി തന്നെ കനിയണം. ആ ചിന്ത നമ്മെ പ്രകൃതിയിലേക്ക് മടങ്ങാൻ പ്രാപ്തമാക്കുന്ന ഒരു തുറന്നെഴുത്താണ്. ഇത്തരം വാക്കുകൾ ഒരുവന് തൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണ്. പ്രകൃതിയാണ് എല്ലാമെന്ന തിരിച്ചറിവും സമ്മാനിക്കുന്നു. അറിയുവാനുള്ള ആഗ്രഹമാണ് എത്ര ഉയരത്തിൽ വേണമെങ്കിലും നമ്മെ പറക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറക്കാൻ നമ്മുടെ ഉള്ളിലെ വാഞ്ച നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരേ ഗുരുവിൻ്റെ 2 ശിഷ്യന്മാർ പുഴയെ അറിഞ്ഞത് 2 വിധത്തിലായിരുന്നു. ഒരാൾ ഓരത്തിരുന്ന് മറ്റേയാൾ അതിനുള്ളിലേക്ക് എടുത്തു ചാടി അനുഭവിച്ചറിഞ്ഞു. പക്ഷെ 2 പേരിൽ നിന്നും ഗുരുവിന് ആത്മസംതൃപ്തി ലഭിച്ച ഉത്തരം ലഭിച്ചത് പുഴയിലേക്ക് ചാടി പുഴയെ അനുഭവിച്ചറിഞ്ഞ അയാളുടെ ഉത്തരമായിരുന്നു. അനുഭവിച്ചറിയുന്ന അറിവുകൾക്ക് മൂല്യം കൂടുമെന്ന അറിവാണ് ഈ അനുഭവത്തിലൂടെ നമുക്ക് ലഭിച്ചത്. വിശപ്പിനെ അറുതി വരുത്താൻ ഒരു അപ്പക്കഷ്ണം കട്ടെടുത്തവൻ കള്ളനാണെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചും കൊന്നുമൊക്കെ സമ്പത്ത് കൈക്കലാക്കുന്നവനെ നിങ്ങൾ എന്തു പേരിൽ വിളിക്കുമെന്നാണ് സമൂഹത്തിന് നേരെ ഉയർത്തുന്ന ചോദ്യം. അത് സാധൂകരിക്കാൻ വേണ്ടി ഇവിടെ രത്തൻ ടാറ്റയുടെ ഒരു അനുഭവക്കുറിപ്പാണ് പങ്കുവയ്ക്കുന്നത്. അമ്മ അടുക്കളയിൽ വെന്തുരുകി മക്കൾക്ക് നന്മ വരുത്തണേ എന്ന പ്രാർത്ഥനാപൂർവ്വം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച്
വളരുന്ന മക്കൾ എന്നാണ് തിരിച്ചറിയുന്നത്. ആ ത്യാഗത്തിന്റെ മാഹാത്മ്യം. കരുണാകര ഗുരു പറയുന്നത്, ഓരോ അമ്മമാരുടെയും പ്രാർത്ഥനകൾ മക്കൾക്ക് പാകം തെറ്റാതെ അമ്മയെ സ്നേഹിക്കുവാനുള്ള അവസരം ഒരുക്കട്ടെ എന്നാണ്. ചില വാതിലുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവണം. കഴിഞ്ഞുപോയവയെല്ലാം മറന്നു കളയേണ്ടവയല്ല, പകരം ചില സുന്ദര മുഹൂർത്തങ്ങളെ നമ്മൾ ഇറുകെ പുണരണം. പറഞ്ഞത് പൊട്ടത്തരമാണെങ്കിൽ കൂടി അതോർത്തൊന്ന് പൊട്ടിച്ചിരിക്കണം. ക്ലാവ് പിടിച്ച പാത്രം മിനുക്കുന്നത് പോലെ ആ കാലത്തിന് പുതുക്കൽ എന്ന് പേര് ചൊല്ലി വിളിക്കാമെന്നാണ് കഥാകാരിയുടെ പക്ഷം. ഇറങ്ങിപ്പോകലുകൾക്ക് മാത്രമല്ല, വന്നു കയറാൻ കൂടിയുള്ളതാവണം വാതിലുകൾ. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.